ഖൽബിന്റെ ഉണർവ് ദിക്ർ കൊണ്ടാണെന്ന് അള്ളാഹു പറയുമ്പോ ദിക്ർ ഹൽക്കൊക്കെ മാത്രം കാത്തു നിൽക്കരുത്. അങ്ങനെ കാത്തുക്കും ആൾക്കാർ. മാസത്തിൽ ദിക്ർ ഹൽക്ക് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിക്ർ സ്വലാത്ത് ഉണ്ടാകട്ടെ. അല്ല, എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും ദിക്ർ കൊണ്ട് ഖൽബിനെ ഉണർത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് നിസ്കാരാനന്തരമുള്ള ദിക്റുകൾ. വിടാതെ ചൊല്ലണം, എപ്പോഴും അത് ചൊല്ലണം. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദിക്ർ ചൊല്ലണമെന്ന് അല്ലാഹു പറഞ്ഞു. നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, അല്ല നിങ്ങൾ ഒരു ഭാഗത്തേക്ക് വിശ്രമിക്കാൻ കിടക്കുകയാണെങ്കിൽ അങ്ങനെ. الذين يذكرون الله قياما وقعودا وعلى جنوبهم. ഏത് അവസ്ഥയിലാണെങ്കിലും ദിക്ർ ചൊല്ലുന്ന മഹാന്മാർ, അവരെ മനസ്സിൽ ദിക്റിന്റെ വലിയ ആത്മീയതയുണ്ട്. അതുകൊണ്ട് ദിക്ർ വിടാൻ പാടില്ല. ദിക്ർ കൊണ്ട് നമ്മുടെ ഖൽബൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. മനസ്സമാധാനം കിട്ടുന്നതിന് നല്ല മാർഗമാണ് ദിക്ർ. പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരുപാട് വ്യതകളില്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമം, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമം, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പ്രയാസം. പ്രയാസങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് ദിക്ർ. ദിക്ർ പതിവാക്കിയാൽ അല്ലാഹു നല്ല എളുപ്പം തരും. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു എളുപ്പം തരും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, അല്ലാഹുവിനോട് വല്ലതും പറയാനുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത് പറയാൻ? മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. എന്റെ അവസ്ഥ അല്ലാഹുവിന് നന്നായി അറിയൂലേ, എന്റെ സാഹചര്യം അല്ലാഹു തആലക്ക് അറിയൂലേ. ഞാൻ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാനില്ല. എന്റെ വല്ല സഹായം വേണോ? നിങ്ങളൊരു സഹായം വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാ ചോദിക്കുന്നത്, എന്റെ വല്ല സഹായം വേണ്ടോ? നിങ്ങളൊരു സഹായം വേണ്ട. എന്താ പകരത്തിന് പകരം? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ദുനിയാവിൽ കഴിഞ്ഞ ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖമുള്ള ജീവിതം എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ തീയിൽ കടന്നൊരു 50 ദിവസമല്ലേ, അതാണ് ഏറ്റവും നല്ല സുഖമുള്ള ജീവിതം. അത്ര നല്ല ദിക്ർ ചൊല്ലിയ ഒരു ദിവസം വേറല്ല. ആ തീന്റെ ഉള്ളില് എയർ കണ്ടീഷനില് സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ച് സ്വർഗത്തിലെ വെള്ളം കുടിച്ച് ഞാൻ അങ്ങനെ ചൊല്ലി ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ അല്ലേ. സ്വഹാബിമാരെ രണ്ടാമതും വിളിച്ചു. ഒരു ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞ് പരിക്ക് പറ്റിയ ആളുകളെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ രണ്ടാമതും പോരാട്ടത്തിനുണ്ടോ എന്ന് പറഞ്ഞ് വിളിച്ചു. ഉഹദിൽ 70 ചില്ലാനം സഹാബത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചിലരെ കൈവിരലൊക്കെ അറുത്തുപോയിട്ടുണ്ട്. കാൽമുട്ടിന്റെ ഭാഗത്തുള്ള എല്ല് പൊട്ടിയിട്ടുണ്ട്. പല ഭാഗത്തും കെട്ടുകളായിട്ട് ചികിത്സിച്ച് വീട്ടിൽ കിടക്കുന്ന സഹാബത്തിനെ ഒരു പോരാട്ടത്തിനുണ്ടോ എന്ന് പറഞ്ഞു വിളിച്ചപ്പോ അവരാർജവത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമുക്ക് വിഷമൊന്നുമില്ല, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഈമാനിന്റെ തുടിക്കുന്ന പ്രസരിപ്പോടെ ദിക്ർ ചൊല്ലിയിട്ട് സധൈര്യം മുന്നോട്ട് നീങ്ങി. വരുന്ന മുശ്രിക്കുകളൊക്കെ ബദറിലേക്ക് വരട്ടെ, ധൈര്യമുള്ളവര് വരട്ടെ. ഒരാഴ്ചക്കാലം ബദറിൽ സ്വഹാബത്ത് തമ്പടിച്ചു. ഒരൊറ്റ മുശ്രിക്കും ബദറിലേക്ക് വന്നില്ല. ഒരാളും വരാൻ ധൈര്യപ്പെട്ടില്ല. പരിക്ക് പറ്റി കിടക്കുന്ന സ്വഹാബത്തിന്റെ മനസ്സുണർത്തിയത് എന്താണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ദിക്റും ചൊല്ലിയിട്ടാണ് അവർ ഇറങ്ങിയത്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം നല്ല ദിക്റല്ലേ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു പറഞ്ഞു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ആ ദിക്ർ തസ്ബീഹിനു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയിട്ടില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ഇന്നും യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കും. ഇന്നും അവിടെ തന്നെ ഉണ്ടാകുക. പുനർജീവിത ദിവസം വരെ അവിടെ ഉണ്ടാവും, ആ മത്സ്യത്തിന്റെ വയറ്റിൽ.
അതിന്റെ ഉള്ളിൽ നിങ്ങൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദിക്റില്ലേ അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിന്ന് പുറത്തേക്കാക്കിയെന്ന് മാത്രല്ല, എല്ലാ സുഖവും കൊടുത്തു. എന്തെല്ലാം സുഖം? നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലത്താണ് മത്സ്യം യൂനുസ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത്. അവിടെ നിന്നിങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തെളിച്ചിങ്ങനെ നടന്നു പോകുമ്പോ നല്ല നല്ല പച്ചക്കറികൾ, പച്ചയായിട്ടും അതുപോലെ തന്നെ പാകമായിട്ടും ഭക്ഷിക്കാൻ പറ്റിയ പച്ചക്കറികൾ അത് ഭക്ഷിച്ചു. അപ്പൊ നല്ല എനർജി കിട്ടി. കുറച്ചുകൂടി കഴിഞ്ഞ് അതിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോ 100,000-ലധികം വരുന്ന ആളുകളാണ് യൂനുസ് നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചത്. അതിന്റെ ഒക്കെ തുടക്കം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചെറിയ മഹത്വമൊന്നുമല്ല, ദിക്റിന് വലിയ മഹത്വമാണ്, വലിയ പോരിശയാണ് ദിക്റിന്. അതുകൊണ്ട് ദിക്ർ കൊണ്ട് ഖൽബ് ഹയാത്താക്കണം, ദിക്ർ മറക്കരുത്.